പുതുയുഗ പിറവി, നവകേരളം കെട്ടിപ്പടുക്കും. എന്തൊക്കെ ഡയലോഗായിരുന്നു കോൺഗ്രസും VD സതീശനും ഒക്കെ കൂടെ അടിച്ചത്. എന്നിട്ട് ഇന്നലെ വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് അറിയാമോ? 10 വർഷങ്ങൾക്ക് ശേഷം പെൻഷൻ ലഭിക്കാതെ ഒരു പെരുന്നാൾ ദിനം. മെയ് 25 മുതൽ പെൻഷൻ നൽകുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം നടപ്പിലായില്ല. വെറും വാഗ്ദാനങ്ങൾ മാത്രമാകാൻ പോകുന്ന എത്ര പ്രഖ്യാപനങ്ങൾ ഇനിയും കേരളം കാണാൻ കിടക്കുന്നു. ED റെയ്ഡിനെ പറ്റി കമാന്നരേശ്വരി ഇപ്പോഴും VD സതീശൻ സാർ മിണ്ടിയിട്ടില്ല എന്നുള്ളത് കൂടി ഓർക്കണം. പൂക്കി CM എന്നും സൂപ്പർ CM എന്നൊക്കെ പറഞ്ഞു നടന്ന സോഷ്യൽ മീഡിയയ്ക്കും ചാനലുകാർക്കും ഒക്കെ ഇപ്പൊ കണക്കിന് കിട്ടുന്നുണ്ട്. ഈ വീഡിയോ കേട്ട് നോക്കി. ഇങ്ങനെ ആരെങ്കിലും ഇരുന്നേരും പാവത്തിനെ പോലെ ചോദിക്കണ എല്ലാ ചോദ്യത്തിനും മറുപടി പറഞ്ഞ് ഞാൻ കണ്ട ചോദിക്ക. ഞാൻ വേറെ ആരെടുത്തും പറയുന്നതിന് മുമ്പ് നിങ്ങളോട് പറയുന്നു, അതിന്റെ വാക്കാണ്. ഈ ഡയലോഗുകളാണ് VD സതീശൻ ആദ്യം പറഞ്ഞത്. എന്നിട്ട് ഇപ്പോഴോ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഒരു മറുപടിയും ഇല്ല. ഉടനെ തന്നെ കേരളത്തിൽ വരാൻ പോകുന്ന മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. 15-ാം തീയതി മുതൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. ഇതിലൂടെ 112 കോടിയാണ് KSRTCക്ക് നഷ്ടം വരുന്നത്. ഖജനാവി പൈസയില്ല, പെൻഷൻ കൊടുക്കാൻ പൈസയില്ല. 128 കോടി രൂപയാണ് KSRTCക്ക് നഷ്ടം വരുന്നത്. ഈ വാഗ്ദാനവും നടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നടക്കുവാണെങ്കിൽ തന്നെ എത്ര നാളത്തേക്ക്?